കിടക്കാൻ ഒരിടത്തിനും രോഗം ചികിത്സിക്കാൻ പണത്തിനുമായി കേഴുകയാണ് 90കളിൽ മലയാള സിനിമയിൽ സജീവമായിരുന്ന നായിക. സിസ്റ്റമിക് ലുപ്പുസ് എറിത്മെറ്റോസിസ് എന്ന അപൂർവ രോഗം ബാധിച്ച് കിടപ്പിലായ സിനിമ സീരിയൽ ആർട്ടിസ്റ്റ് ശ്രീലത മേനോനാണ് ഈ കഥയിലെ നായിക. ബന്ധുക്കളും സുഹൃത്തുക്കളും സംഘടനകളും കൈവിട്ട എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച നിലയിലാണ് ഇന്ന് ശ്രീലതയുടെ ജീവിതം. എല്ല് പൊടിയുന്ന ESL എന്ന അസുഖം ബാധിച്ചതു മുതൽ ശ്രീലതയുടെ കഷ്ടകാലവും തുടങ്ങുകയായിരുന്നു. 4 വർഷം മുൻപായിരുന്നു ഭർത്താവ് KS മധു ക്യാൻസർ ബാധിച്ച് മരിച്ചത്. അതിനെ തുടർന്ന് ശ്രീലതയുടെ അമ്മയും മരണമടഞ്ഞു. വാടക വീട്ടിലാണ് ഇന്ന് ശ്രീലത താമസിക്കുന്നത്. വീട്ടുവാടക നൽകാൻ പണമില്ലാത്തതിനാൽ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥയിലാണെന്ന് ശ്രീലത പറയുന്നു. മക്കളുടെ പഠിത്തം എല്ലാം തടസ്സപ്പെട്ടു. ആഹാരത്തിന് നിവൃത്തിയില്ല. കയറി കിടക്കാൻ വീടില്ലാത്തതുകൊണ്ട് അതിൻ്റെയും ബുദ്ധിമുട്ടുണ്ട്. വാടക വീട് ഒഴിഞ്ഞു കൊടുക്കണം. 19കാരനായ മകന്റെ പഠനം പോലും ഈ കഷ്ടപ്പാടിനിടയിൽ നിന്നുപോയി. പാലിയേറ്റീവ് കെയർ നൽകുന്ന മരുന്നുകൾ മാത്രമാണ് ശ്രീലതയുടെ രോഗത്തിന് തെല്ല ആശ്വാസം പകരുന്നത്. വിദഗ്ധ ചികിത്സയിലൂടെ മാറുന്ന രോഗമാണെങ്കിലും അതിനുള്ള പണമില്ലാത്തതാണ് ശ്രീലതയെ കുഴക്കുന്നതെന്ന് മകൻ അർജുൻ പറയുന്നു. വലിയ ചികിത്സയും ചെയ്യാൻ പറ്റുന്നില്ല. പൈസ കിട്ടിക്കഴിഞ്ഞാൽ ആരെങ്കിലും സഹായിച്ചു കഴിഞ്ഞാൽ വേറെ ചികിത്സ കൊണ്ട് ബന്ധുക്കളാരും സഹായിക്കില്ല. കലാകാരന്മാരെ സഹായിക്കുന്ന സംഘടനകളടക്കം ശ്രീലത സഹായത്തിന് മുട്ടാത്ത വാതിലുകളില്ല. പക്ഷേ ഒരു വാതിലും അവർക്ക് നേരെ തുറന്നില്ലെന്നു മാത്രം. തന്റെ അച്ഛനോ ബന്ധുക്കളോ ഭർത്താവിന്റെ ബന്ധുക്കളോ തങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ശ്രീലത പറയുന്നു. 19കാരനായ അർജുൻ M മേനോൻ, 10 വയസ്സുള്ള ആധി M മേനോൻ, 4 വയസ്സുകാരനായ അരവിന്ദ് M മേനോൻ എന്നിവരാണ് ശ്രീലതയുടെ മക്കൾ. 20ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ശ്രീലത പ്രൊഫഷണൽ നാടകം, സീരിയൽ, ഡോക്യുമെന്ററി എന്നിവയിലും തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. 1985 മിസ് തിരുവനന്തപുരം പട്ടത്തിനും ശ്രീലത ഉടമയായിരുന്നു. രോഗത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും അഗാധ കൂപത്തിലേക്ക് കൂപ്പുകുത്തുന്ന തങ്ങൾക്ക് കാരുണ്യത്തിന്റെ കരസ്പർശവുമായി സുമനസ്സുകൾ മുന്നോട്ട് വരുമെന്നാണ് ഈ കുടുംബത്തിന്റെ പ്രതീക്ഷ. 1990കളിൽ മലയാള സിനിമയിൽ സജീവമായിരുന്ന നായികയുടെ ഇന്നത്തെ അവസ്ഥയാണ് ഇത്. സിനിമാ പ്രവർത്തകരെ സഹായിക്കേണ്ട സംഘടനകളൊന്നും ഇവരെ തിരിഞ്ഞു നോക്കുന്നില്ല. ക്യാമറമാൻ മണികണ്ഠനൊപ്പം അമലു ഹാരി മോസസ്, ACV ന്യൂസ്, തിരുവനന്തപുരം. പൂർവ്വ രോഗബാധിതയായ സിനിമാ താരം ശ്രീലത മേനോന് സഹായഹസ്തവുമായി സർക്കാരും സന്നദ്ധ സംഘടനകളും രംഗത്ത്. ശ്രീലതയുടെ കഥനകഥ ACV ന്യൂസാണ് ആദ്യമായി പുറത്തുകൊണ്ടുവന്നത്. ശ്രീലതയ്ക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും സർക്കാർ നൽകുമെന്ന് ADM PK ഗിരിജ പറഞ്ഞു. രോഗവും ദാരിദ്ര്യവും മൂലം കടുത്ത പ്രതിസന്ധിയിലായിരുന്ന ശ്രീലതയുടെ ജീവിതകഥ ACV നേരത്തെ വാർത്തയാക്കിയിരുന്നു. തുടർന്ന് സർക്കാരും വിവിധ സന്നദ്ധ സംഘടനകളും ശ്രീലതയുടെ സഹായത്തിനായി രംഗത്തെത്തുകയായിരുന്നു. ശ്രീലതയെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച് ചികിത്സിക്കാൻ ആവശ്യമായ നടപടികൾ ആലോചിച്ച് തീരുമാനിക്കുമെന്ന് ADMO പറഞ്ഞു. സോഷ്യൽ വെൽഫെയർ ഓഫീസറുമായി ആലോചിച്ച് ഒരു സഹായിയെ നൽകുന്ന കാര്യവും പരിഗണിക്കും. കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കുന്നതിനായി വിവിധ സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുണ്ടെന്നും ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും ADM ഗിരിജ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കുടുംബത്തിന് അടിയന്തര സഹായം നൽകും. വളരെ ദയനീയമായ ഒരവസ്ഥയാണ്. സർക്കാരിനെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം സർക്കാർ തലത്തിൽ ചെയ്യുന്നതായിരിക്കും. ഞാൻ റിപ്പോർട്ട് തയ്യാറാക്കി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള സഹായധനം ഞാൻ തന്നെ അദ്ദേഹത്തിനെ കണ്ട് അനുവദിച്ച് ഒരാഴ്ചയ്ക്കകം ശ്രീലതയ്ക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. പിന്നെ ശ്രീലതയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യാനും അതിനുവേണ്ട ശുശ്രൂഷകൾ കൊടുക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾ ഗവൺമെൻറ്റുമായിട്ട് ആലോചിച്ച് ഞാൻ തീരുമാനിക്കും. കരുണാ ദർശൻ വേദിയുടെ നേതൃത്വത്തിൽ ശ്രീലതയ്ക്കും മക്കൾക്കും ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്തു. വാർത്തകൾ തുടരുന്നു. ശ്രീലത മേനോന് ആവശ്യമായ വിദഗ്ധ ചികിത്സ സർക്കാർ സൗജന്യമായി നൽകുമെന്ന് K മുരളീധരൻ MLA. അപൂർവ രോഗം ബാധിച്ച് ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലായിരുന്ന സിനിമാ താരത്തിന്റെ വാർത്ത ACV ന്യൂസാണ് ആദ്യമായി പുറത്തുകൊണ്ടുവന്നത്. വിദഗ്ധ ചികിത്സയ്ക്കായി ഇന്നലെയാണ് ശ്രീലതയെ മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്നുള്ള അടിയന്തര സഹായം ഉടൻ ശ്രീലതയ്ക്ക് ലഭ്യമാക്കും. സ്വന്തമായ ഒരു ഭവനത്തിനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും സഹായം നൽകണമെന്ന് ശ്രീലത ആവശ്യപ്പെട്ടിരുന്നു. ഇത് മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് മുരളീധരൻ പറഞ്ഞു. സംഭവം മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും MLA വ്യക്തമാക്കി. അവർ ഇത്രയും കാലം ആ വിവരം പുറത്തറിയിക്കാതെ അഭിമാനം ഓർത്ത് പുറത്തു പറഞ്ഞില്ല. പക്ഷേ നിരന്തരമായി നിങ്ങളുടെ ചാനലിലൊക്കെ വന്ന വാർത്തയെ തുടർന്നാണ് ഞങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടത്. അവരെ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ചികിത്സ സൗജന്യമായി നൽകാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് ആരോഗ്യമന്ത്രി സമ്മതിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്ന് ഒരു തുക നൽകാം. അവർക്ക് ആവശ്യപ്പെട്ടത്, ഇന്നലെ എന്നോട് ആവശ്യപ്പെട്ടത് അവർക്ക് വീട് വയ്ക്കാനുള്ളൊരു സൗകര്യം വേണം.
അതുപോലെ തന്നെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ മുഖ്യമന്ത്രിയും വന്നതിന് ശേഷം അദ്ദേഹമായിട്ട് ആലോചിച്ച് തീരുമാനമെടുക്കുന്നതാണ്. ഏതായാലും ഇപ്പോൾ അവർക്ക് അടിയന്തരമായി വേണ്ടത് ചികിത്സയാണ്. അതിനുള്ള ഏർപ്പാട് സൗജന്യമായി തന്നെ ചെയ്യാനുള്ള നിർദ്ദേശം ആരോഗ്യമന്ത്രി നൽകിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അവരുടെ ആരോഗ്യം തിരിച്ചു കിട്ടാനുള്ള നടപടികൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് ഭാഗത്തുണ്ട്.